നമ്മൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നല്ല വെയിറ്റ് ഉണ്ട്. എല്ലാവരും നോക്കുന്നു ഞാൻ ഒറ്റയ്ക്ക് മൊബൈലിലോട്ട് പറയാം. അന്നേരം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുണ്ടായിരിക്കും. കൈയൊക്കെ കിടന്നങ്ങ് വിറയ്ക്കും. നമ്മൾ ഈ സാധനം വാങ്ങിക്കാനാണ്. നമ്മുടെ വീട്ടിൽ ഒത്തിരി അല്ല, കുറച്ച് സ്ഥലം നമുക്ക് ഇങ്ങനെ വേക്കൻ്റ് ആയിട്ട് കിടപ്പുണ്ട്. രാവിലെ അവൻ കലിപ്പ വേണ്ട വിട്ടുകളയാം. ഹലോ ഫ്രണ്ട്സ്, അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ പാർട്ണർ ഇൻ ക്രൈം നമ്മുടെ തൽക്കാലം നമുക്ക് വീഡിയോ എടുത്തരാൻ ഇപ്പൊ കൂടിയില്ല. ഞങ്ങൾ ഒരുമിച്ചാണ് എപ്പോഴും നിങ്ങൾക്കറിയാം, ഞങ്ങൾ എല്ലാ വീഡിയോസും ഞങ്ങൾ ഒരുമിച്ച് ചെയ്യാറുള്ളൂ. അപ്പൊ നമ്മൾ ഒറ്റയ്ക്കാണ് എടുക്കുന്നത്, അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ കുറച്ച് സ്ഥലങ്ങൾ ഇങ്ങനെ വേക്കൻ്റ് ആയിട്ട് കാണുമല്ലോ അല്ലെ. ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്ന നല്ല പാടാട്ടോ, കൈയൊക്കെ കിടന്നങ്ങ് വിറയ്ക്കും. ഈ ഒറ്റയ്ക്ക് എടുക്കുന്നവരെ സമ്മതിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലേക്ക് നമ്മളിങ്ങനെ വേക്കൻ്റ് ആയിട്ട് കുറച്ച് സ്ഥലങ്ങൾ കാണും. അപ്പൊ അവിടെയൊക്കെ എന്താ ചെയ്യുക, നമ്മളിപ്പോൾ ചെടിയൊക്കെ വളർത്തുന്നവരാണെങ്കിൽ ചെടിയുടെ ഇലകളൊക്കെ പൊഴിഞ്ഞ് അങ്ങനെ വൃത്തിയായിട്ട് കിടക്കും. ഇപ്പൊ നമ്മൾ തൂത്ത് വൃത്തിയാക്കി നമ്മളത് മാറ്റി അങ്ങനെയൊക്കെ തന്നെ സാധനം എല്ലാവരും ചെയ്യുന്നത്. അപ്പൊ ഞാനിപ്പോ വിചാരിച്ചു നമ്മളിപ്പം നമ്മുടെ വീട്ടിൽ ഒത്തിരി അല്ല, കുറച്ച് സ്ഥലം നമുക്ക് ഇങ്ങനെ വേക്കൻ്റ് ആയിട്ട് കിടപ്പുണ്ട്. അപ്പൊ നമുക്ക് അവിടെ ഒന്ന് ഈ പേൾ ഗ്രാസ് എന്ന് കേട്ടിട്ടില്ലേ, അപ്പൊ ആ സാധനം ഒന്ന് റെഡിയാക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. അപ്പൊ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ യാത്രയിലാണ്. അപ്പൊ നമുക്ക് പോയാലോ? അതിനു മുന്നേ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്, എവിടെയൊക്കെ നമുക്ക് ഈ പേൾ ഗ്രാസ് വെക്കാം എന്നുള്ളത് കാണിച്ചു തരാം. അതിനകത്ത് ഒരു സ്ഥലം തരിക, ഇവിടെ കുറേ സ്ഥലം ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ആക്കി നമുക്ക് ഇവിടെ ചെയ്യാം. പിന്നെ നമുക്ക് വേറെ കുറച്ച് സ്ഥലം കാണിച്ചു തരാം. ഹലോ, രാവിലെ അവൻ കലിപ്പ വേണ്ട വിട്ടുകളയാം. പോട്ടെ ബൈ. അടുത്ത ആളിവിടെ കിടപ്പുണ്ട്. പോട്ടെ ബൈ. ഇവിടെ കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇതും ഫുള്ളി അതുകൂടെ ഒന്ന് ക്ലിയർ ആക്കണം. അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് സ്ഥലങ്ങളിലാണ് നമ്മൾ തൽക്കാലം. പിന്നെ ഇവിടെയൊക്കെ കുറേ സ്ഥലങ്ങളുണ്ട്, പക്ഷേ അതൊക്കെ എങ്ങനെ ചെയ്യണമെന്നുള്ളത് നോക്കണം. തൽക്കാലം നമുക്ക് ഈ രണ്ട് സ്ഥലങ്ങളിലേക്ക് കുറച്ച് വാങ്ങിച്ച് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, നമുക്ക് സക്സസ് ആകുമെന്ന് നോക്കാം. നമ്മുടെ കുഴിപ്പള്ളം ബൊട്ടാനിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞൊരു അടിപൊളി ഒരു ഗാർഡൻ ഉണ്ട്. ചെറിയ ഗാർഡൻ ഒന്നും അല്ല, നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടുണ്ട്, അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ ഇട്ടാന്ന് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. അടിപൊളി ഒരു കിടിലൻ ഗാർഡൻ ആണ്. നിങ്ങൾക്ക് എന്ത് ചെടി വേണോ അത് അവിടെ ഉണ്ടാവും. നമുക്ക് പതുക്കെ അങ്ങോട്ട് പോകാം. നമ്മൾ ട്രാഫിക് സിഗ്നലിൽ കിടക്കാണ്. 29 സെക്കൻഡ്, 29, 28, 27. അപ്പം യാത്ര തുടരാം. നമ്മളിപ്പോ കുഴിപ്പള്ളം ബൊട്ടാനിക്കൽ ഗാർഡന്റെ അവിടെ എത്തിയത്. ഇവിടുന്ന് റൈറ്റ് ഉണ്ട്. ആ റൈറ്റ് അവിടെ ഒരു CSI പാപ്പനംകോണം സൗത്ത് കേരള അതെന്തോ ഒരു സംഭവം, ഒരു ബോർഡൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ നിന്ന് അകത്തോട്ടാണ് നമുക്ക് പോകണം. നമുക്ക് അങ്ങോട്ട് പോകാം. ഇത് നല്ല പഴക്കമുള്ള സാധനമാണ്. 1972 ഉണ്ടാക്കിയ സാധനമാണ്. അതിന്റെ 8/8/1972. ഓക്കെ, അപ്പൊ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമുക്കിനി അതൊക്കെ ഇറങ്ങി ബാക്കിയുള്ള കാര്യങ്ങൾ. നമ്മളിവിടെ വരുമ്പോൾ നമുക്ക് ഒരു ചേച്ചി ആരെങ്കിലും ഉണ്ടോ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എന്തൊക്കെ ചെടി വേണ്ടതെന്നൊക്കെ പറഞ്ഞാൽ അവർ ചേച്ചി നമുക്ക് പേൾ ഗ്രാസ് ആണ് വേണ്ടത്. എനിക്കിപ്പം നടാനാണ്, അത് സെപ്പറേറ്റ് നടാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ലേ? ഓക്കെ, ലൂസായിട്ട് തന്നെ കിട്ടും. മറ്റേത് ഷീറ്റായിട്ട് കിട്ടും. ഷീറ്റിന് നമ്മൾ ഇത്ര സ്ക്വയർ ഫീറ്റിനുള്ളിൽ അത് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് എത്ര എടുക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഓ, അപ്പോൾ എനിക്കിപ്പോൾ ഏകദേശം ഒരു 15 സ്ക്വയർ ഫീറ്റ് വരും മാക്സിമം. അപ്പൊ ഞാൻ പറഞ്ഞ ഇതെടുക്കാം അല്ലേ? ഇതെങ്ങനെ? നമുക്കൊരു 5 സ്ക്വയർ ഫീറ്റ് എടുത്താൽ 5 സ്ക്വയർ ഫീറ്റ്. ഒരു സ്ക്വയർ ഫീറ്റ് എത്രയാ? 70 രൂപ. അപ്പൊ 5 സ്ക്വയർ ഫീറ്റ് എടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെ എനിക്ക് 15 സ്ക്വയർ ഫീറ്റും വെക്കാൻ പറ്റും. 5 സ്ക്വയർ ഫീറ്റ് എടുത്താൽ 15 സ്ക്വയർ ഫീറ്റ്. അപ്പൊ അങ്ങനെ അതിന്റെ 3 ചകിരിക്കൂഴോ മണ്ണും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അതിനെ നമ്മൾ ഊന്നിയാൽ മതി. അടുപ്പിച്ച് അങ്ങ് ഊന്നി കൊടുത്താൽ നമുക്കത് നിറഞ്ഞു വരും. അപ്പൊ നമ്മള് ഇച്ചിരി മാറ്റി ഒരടി മാറ്റി വെക്കണം. അങ്ങനെ വേണ്ട, അടുത്തടുത്ത് ഇവിടെ ഒരെണ്ണം കുത്തി ഇവിടെ ഒരെണ്ണം അതിനുള്ള ഇതിന് വരും സാധനം വരും. നമുക്ക് 5 സ്ക്വയർ ഫീറ്റ് എടുത്താൽ 5 സ്ക്വയർ ഫീറ്റ് എടുത്താൽ നമുക്ക് 15 സ്ക്വയർ ഫീറ്റ് നല്ലതായിട്ട് വെക്കാം, സുഖമായിട്ട് വെക്കാൻ പറ്റും. എന്നാ പിന്നെ നമുക്ക് അത് എടുക്കാം. ഇതെടുക്കണം. ഇതിന്റെ പച്ച വേണോ ഇത് വേണോ? എനിക്ക് ഇതിന്റെ പച്ച മതി. ഇതെന്ന് പറഞ്ഞാൽ ഇതെന്ത് വേറെ എന്തോ ഒരു ഡിസൈൻ ഒരു വെള്ള അത് വേണ്ട. എനിക്ക് മറ്റേ പച്ച സാധാരണ പച്ച. ഞാൻ കേൾക്കട്ടെ, ഇത് വെയിലുള്ള സ്ഥലമാണോ വെയിലില്ലാത്ത സ്ഥലം? ചെടികളൊക്കെ ഉണ്ട്. അപ്പം വെയിൽ അത്ര ഇത് നന്നാ കിടക്കും. ഇതൊരു വെറൈറ്റി. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതെടുക്കാം. പച്ചയാണെങ്കിൽ ഇതിൽ പിന്നെ വെറും പച്ച. അത് യാത് ഇഷ്ടപ്പെടുന്നത് പച്ചയല്ലേ കൊള്ളാം. എനിക്ക് പച്ച മതി. അപ്പൊ ഇതല്ല നമുക്ക് വേറെ ഉള്ളത് കൊറിയൻ ഗ്രാസ് ആണ്. കൊറിയൻ ഗ്രാസിന് മെയിൻ്റെനൻസ് ഒരുപാട്. ഇതിന് മെയിൻ്റെനൻസ് ഇല്ല. ഇത് നമുക്ക് കള വരുന്നത് എടുത്തു കൊടുത്താൽ മതി. പേൾ ഗ്രാസിന് മെയിൻ്റെനൻസ് കുറവാണ്. പേൾ ഗ്രാസിന് ഇല്ല, ഈ പേൾ ഗ്രാസിന് മെയിൻ്റെനൻസ് ഇല്ല. കൊറിയൻ ഗ്രാസ് ഒക്കെ ആണെങ്കിൽ അതിന് പോവാനൊക്കെ ചാൻസ് ഉണ്ട്. ഇത് കണ്ട, ഇതാണ് നമ്മുടെ ബൊട്ടാനിക്കൽ ഗാർഡൻ. കുഴിപ്പള്ളം ബൊട്ടാനിക്കൽ ഗാർഡൻ എന്ന് പറയുന്ന സാധനം കണ്ട മുതൽ നോക്കി ഒരു രക്ഷയില്ല. പിന്നെ മാത്രമല്ല അതേ തിരക്കുണ്ട്, ഇഷ്ടം പോലെ പാർക്കിങ്ങിന് സ്ഥലമുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നും. പിന്നെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഇവിടെയാണ്, അങ്ങോട്ടും ഉണ്ട് ഇഷ്ടം പോലെ. ഇതിൻ്റെ മുകളിലോട്ടുണ്ട്. പിന്നെ ആ സൈഡ് അകത്തോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയുണ്ട്. ഒരു രക്ഷയില്ല. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കുന്നതും പരിപാടിയൊക്കെ കാണാം. ഇഷ്ടം പോലെ ആൾക്കാരും വരുന്നുണ്ട് കേട്ടോ.
പ്യുവർ പച്ചയായിരിക്കും ഇത്. ഇതിപ്പം വെയിൽ നിറയെ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു കരിഞ്ഞ ഷെയ്ഡ് കൊടുക്കണം. നമുക്ക് ആ ചെടിയുടെ ഇടയിലൊക്കെ ആകുമ്പം നന്നായിട്ട് ഇത് കിടക്കും. മറ്റേന്ന് പറഞ്ഞാൽ ഈ ചെടിയിൽ ഈ ഇലയിൽ ഒരു വെള്ളം ഉണ്ടായിരുന്നു, ഇത് ഫുൾ പച്ചയായിട്ട് തന്നെ കിടക്കും. ഇത് ഫുൾ പച്ചയാണ്. വ്യത്യാസമുണ്ടോ? വിലക്ക് വ്യത്യാസമുണ്ടോ? ഒറ്റ വില, ഒരു സ്ക്വയർ ഫീറ്റ് 70 രൂപ. അപ്പോഴത്തേക്ക് ഇതില് നമുക്ക് ഇങ്ങനെ തന്നെ ഈ സാധനം കിടക്കും, വളരേ ഇല്ല. ബാക്കി നമ്മൾ മിനിച്ചർ പേളെന്ന് പറഞ്ഞിട്ട് വേറൊരു പേളുണ്ട്, അത് പക്ഷെ വളരണം, കാളപ്പുല്ല് പോലത്തെ വളരും. ഇത് വളരില്ല, ഇത് ഇങ്ങനെ പതിഞ്ഞ് തന്നെ കിടക്കും. ഇത് നമ്മൾ ഇട്ട് സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ ഇതിൽ പറഞ്ഞ ഒരു കള നമ്മളിങ്ങനെ നന്നാ നുള്ളി അങ്ങ് എടുത്തു കൊടുത്താൽ അത്രയും മതി. വേറെ പിന്നെ മെയിൻ്റെനൻസേ ഇല്ല. നമുക്ക് ഇത്തിരിയൊക്കെ ഇട്ട് ഒരു 2 ആഴ്ച കഴിയുമ്പോൾ നല്ല ചാണകപ്പൊടി ചെറിയതായിട്ടൊന്ന് വിതറി കൊടുത്താൽ പെട്ടെന്ന് ചകിരിപ്പൊടിയും ചകിരി ആ മണ്ണിൽ നല്ല ചെമ്മണ്ണും ചകിരിപ്പൊടിയും കൂടെ പിന്നെ മിക്സ് ചെയ്തിട്ട് ആ മണ്ണ് വാരി നിരത്തി നല്ല നമുക്ക് ഇതിൽ നല്ല മണ്ണൊക്കെ ഇട്ടിട്ടുണ്ട് അവിടെ ഓൾറെഡി ഉള്ള നമ്മുടെ സാധാരണ മണ്ണുണ്ട്. അല്ല മണ്ണ് ഈ ചെമ്മണ്ണ് ഇടണം. ചെമ്മണ്ണിട്ട് നമുക്ക് ഇത്തിരി ഈ കനമെങ്കിലും ചെമ്മണ്ണ് കൊടുക്കണം. ചെമ്മണ്ണും ചകിരിപ്പൊടി എന്നിട്ട് ഇത് നടണം. അപ്പൊ ചെമ്മണ്ണും ചകിരിച്ചോറും മിക്സ് ചെയ്ത് നമ്മളൊരു ലെയർ ഉണ്ടാക്കിയിട്ട് അതിന് മുകളിൽ ഇതിന് വേറെ താഴോട്ട് എടുക്കാൻ വേണ്ടി പിന്നെ നമ്മളെ മണ്ണിൽ പിടിച്ചോളൂ. അങ്ങനെ കണക്കാക്കി എടുത്തോ. അപ്പൊ കേട്ടല്ലോ, അപ്പൊ ഇതാണ് സംഭവം. നമുക്ക് ഇതേമാതിരി നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇനി വീടൊക്കെ നല്ല കിടിലുമാക്കാം. ഒത്തിരി സ്ഥലമുള്ളവർക്കൊക്കെ അടിപൊളിയായിരിക്കും. നമ്മളിപ്പം എനിക്കിപ്പം പറഞ്ഞില്ല, ഇത് 15 സ്ക്വയർ ഫീറ്റ് മാത്രം മാക്സിമം കാണത്തുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള സാധനം ഞാൻ വാങ്ങിക്കുന്നുള്ളൂ. അപ്പോൾ 15 സ്ക്വയർ ഫീറ്റിന് 5 സ്ക്വയർ ഫീറ്റാണ് നമുക്കിത് വാങ്ങിക്കേണ്ടത്. പക്ഷെ നല്ല രസമുണ്ടല്ലോ, അടിപൊളി. അപ്പോൾ നമുക്ക് പോയി അതിൻ്റെ ബില്ലിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പം പറഞ്ഞല്ലോ, മറ്റേ ഈ ചകിരിച്ചോറും മണ്ണും കൂടെ മിക്സ് ചെയ്ത് അതൊരു ലെയർ ആക്കാം. പിന്നെ ഒരു 3 മാസം കൂടുമ്പോൾ കുറച്ച് ചാണകപ്പൊടി വിതറി കൊടുക്കാനാണ് ചേച്ചി പറഞ്ഞേക്കുന്നത്. ഈ ബൊഗൈൻവില്ലയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടംപോലെ ബൊഗൈൻവില്ലാസ് ഉണ്ട് കേട്ടോ, പല കളറിലുണ്ട്. ഇച്ചിരി വലിയ സാധനങ്ങളുണ്ട്. ഇതൊക്കെ 1000 രൂപയാണ്. ഇതൊക്കെ 1000 രൂപ. ഇതല്ലാതെ വേറൊരു ടൈപ്പ് ഗ്രാസ് കൂടെ ഉണ്ട് കേട്ടോ. ഇതെന്ന് പറയുന്നത് മിക്സിങ് ഗ്രാസ് ആണ്. ഇത് ഒരു സ്ക്വയർ ഫീറ്റ് 25 രൂപയാണെന്ന് പറഞ്ഞു. പക്ഷേ ഇത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് നമുക്കിപ്പോൾ നടണമെങ്കിൽ അത് പറ്റത്തില്ല. നമുക്ക് ഇങ്ങനെ കൊണ്ട് വെക്കാം. അങ്ങനെ വെക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതുപോലത്തെ വാങ്ങിക്കുക. നല്ല രസമുണ്ടല്ലേ? ഇത് നല്ല രസമുണ്ട്. നമ്മളിത് വാങ്ങിക്കാൻ പോണത് അതാണ്. ഇത് ഇച്ചിരിയുടെ മെയിൻ്റനൻസ് പാടാണെന്ന് തോന്നുന്നു. മിക്സിംഗ് ഗ്രാസ് എന്നാണ് പറഞ്ഞ പോലെ അതാണ് നമ്മൾ വാങ്ങിയത്. അപ്പോൾ അത് ഇച്ചിരിയുടെ എളുപ്പമാണ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ. അങ്ങനെ മൊത്തത്തിലൊരു ലുക്കിൽ നല്ല രസമുണ്ട്. ഇത് ഇച്ചിരി ഒരു വെൽവെറ്റ് പോലെ ഇരിക്കുന്നുള്ളൂ, പക്ഷേ ഇത് പാടായിരിക്കും മെയിൻറ്റെയിൻ ചെയ്യാൻ. നമുക്കത് വാങ്ങി. അപ്പോൾ എന്താ നമുക്ക് വെട്ടി തരാൻ വേണ്ടി ആ ചേട്ടൻ വരുന്നുണ്ട്. ചേട്ടാ, നമ്മൾ എവിടുന്നാണ് വെട്ടുന്നത്? 5 സ്ക്വയർ. എനിക്ക് 15 സ്ക്വയർ ഫീറ്റാണ് നടാൻ. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ നമ്മൾ വേറെ ആക്കി വെച്ചാൽ മതി അല്ലേ? ഓരോ വേര് വെച്ചിട്ട് ഇങ്ങനെ മണ്ണും ചകിരിച്ചോറും ചാണകവും കൂടെ നിരത്തിയിട്ടിട്ട് ഇങ്ങനെ വെച്ച് ഇതുപോലെ ഇങ്ങനെ വെച്ച് നമ്മളിപ്പോ നട്ടിരിക്കുന്ന നട്ടതാണ് ഇതുപോലെ. അതേപോലെ. ശരി. അപ്പോൾ നമ്മളെല്ലാം വെട്ടി റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ അതൊക്കെ ചാക്കിലോട്ട് ആക്കുവാണ്. ചേച്ചിയുടെ പേരെന്താ? ബേബി. കുറേ നാളായോ ഇവിടെ? 20 വർഷമായി. നല്ല തിരക്കുണ്ടല്ലേ എന്നും ഇവിടെ? ഓ ശരി ഏട്ടി, താങ്ക്സ്. അതെ, നമ്മുടെ സാധനങ്ങളൊക്കെ ചാക്കിലാക്കി നമുക്ക് ഇനി അടുത്ത സാധനങ്ങൾ വാങ്ങിക്കാൻ പോകും. നല്ല പാടാട്ടോ, നല്ല വെയിറ്റ് ഉണ്ട്. ശരിക്കും നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ഈ സാധനം വാങ്ങിക്കാനാണ് വന്നത്. അപ്പോൾ നമുക്ക് സാധനം റെഡി ആയിട്ടുണ്ട്. ഭയങ്കര വെയിൽ, നട്ടുച്ച ഒരു രക്ഷയില്ല, ഭയങ്കര ചൂട്, ഒരു രക്ഷയിൽ ഇരിക്കാൻ വയ്യ. അപ്പോൾ എന്തായാലും വന്ന സ്ഥിതിക്ക് കാണുമ്പോൾ നമുക്ക് ചെടിയല്ല, അത് നമ്മുടെ ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് നമുക്ക് വാങ്ങിക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് എല്ലാവരും നോക്കുന്നു, ഞാൻ എന്ത് ഒറ്റയ്ക്ക് മൊബൈലിലോട്ട് പറയും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് വേറെ കുറച്ച് ചെടിയോട് വാങ്ങിക്കാം. എന്നിട്ട് നമുക്ക് എന്തൊക്കെയാണ് വാങ്ങിക്കുന്നുള്ള അവസാനം കാണിച്ചു തരാം. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ബൊഗൈൻവില്ല കാണിച്ചു തരാം കേട്ടോ. എല്ലാം കാണിക്കുന്നില്ല, നമ്മൾ ബാക്കിയെല്ലാം നേരത്തെ വെള്ളി കവർ ചെയ്തിട്ട് നമ്മൾ ഇടുന്നുണ്ട്. ഇത് കണ്ടോ, ഇത് 1100 രൂപയാണ് ഇതിന്. പിന്നെ ഇത് കണ്ടോ, അടിപൊളി, നല്ല രസമുണ്ട് കേട്ടോ. നേരിട്ട് കാണുമ്പോൾ ഇച്ചിയുടെ നല്ല രസമുണ്ട്. അപ്പോൾ ഇത് 3250. ഇതൊക്കെ ഞാൻ നല്ല വില കൂടിയ സാധനങ്ങളാണ്. ഇതൊക്കെ 600 രൂപ. ഇതൊക്കെ നല്ല രസമല്ലേ? ഇതൊക്കെ ഈ കളറൊക്കെ നല്ല രസമുണ്ട് കേട്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതെല്ലാം 300 രൂപയാണ്. ഈ റേഞ്ചെല്ലാം 300 രൂപ. ഈ സാധനം ഇതിൻ്റെ വെറൈറ്റി ഒരു കളർ, ഈ ഇലയ്ക്ക് നല്ലൊരു കളറുണ്ട്. പൂ നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ പൂവായിരിക്കും, പക്ഷേ കളർ നല്ല ഇലയ്ക്ക് നല്ല കളറുണ്ട്. അത് എനിക്ക് തോന്നുന്നു 400 രൂപയാണ്. ഇത് അല്ല 300 രൂപയാണ്. ഇത് 150, ഇത് 600. ഇതൊന്ന് വിലയുണ്ട്, കാരണം അത്ര നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇവിടെയും കുറേ വെറൈറ്റി സാധനങ്ങൾ. ഇതെല്ലാം 300 രൂപയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇത് പുറത്ത് പോയി നമ്മൾ 300 രൂപയ്ക്ക് കിട്ടുന്നുള്ളത്. കാരണം നല്ല പൂത്ത് നല്ല അടിപൊളിയായിട്ട് നല്ല സ്റ്റെമ്മൊക്കെ നല്ല കട്ടിയുള്ള സാധനമാണ്. ഇതാണ് കലപ്പാടി മാവ്. ഇത് ഈ വലിയ മാവിന്
1000 രൂപ. ബാക്കി ഇതാഴ്ച അതിൻ്റെ ചെറുതിനൊക്കെ 200 രൂപ. ഇത് കലപ്പാടി എന്ന് പറയുന്നൊരു ടൈപ്പ് മാവാണ്. പെട്ടെന്ന് കായ്ക്കും എന്നാണ് പറയുന്നത്. ഒത്തിരി വളരത്തുമില്ല, വലുതാവത്തില്ല. ഇത് ചെറിയ മറ്റേ നമ്മുടെ നാടൻ കോട്ടുകോണം എന്ന് പറയുന്ന മാവാണ്. ഇത് 150 രൂപ കേട്ടോ. ഇത് നാടനായിട്ട് തന്നെ ഇച്ചിരി കായ്ക്കാൻ താമസിക്കും. മറ്റൊന്ന് പറഞ്ഞാൽ കടപ്പാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കായ്ക്കും. അതാണ് ഡിഫറൻസ്. അപ്പോൾ 200 രൂപ അത്, ഇത് 150 രൂപ. നമ്മൾ 2 വാഴ എടുത്തു കേട്ടോ. ഒരെണ്ണം ഒരു ഏത്തനും 30 രൂപ, പിന്നെ റോബസ്റ്റ് 20 രൂപ. എന്താ റോബസ്റ്റ് ഇച്ചിരി വിലക്കുറവ്. എന്തായാലും ഇവിടെ ഒരു ചായക്കടയൊക്കെ ഉണ്ട്. അപ്പം ബാക്കി ചായ അതുപോലത്തെ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും. ചെമ്മണ്ണൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 ചാക്ക് ചെമ്മണ്ണ എടുക്കുന്നുണ്ട് നമ്മൾ. ഇതാകത്തോട്ടെ. ഇപ്പോൾ ഈ 15 സ്ക്വയർ ഫീറ്റിന് ഇത് മണ്ണാണ്. ഇതുപോലത്തെ 2 ചാക്കും പിന്നെ ഇതും ചാണകപ്പൊടി. കഴിഞ്ഞില്ലേ? ഇനി ചകിരിച്ചോറ് അവിടെ. നമുക്ക് ചകിരിച്ചോറ് വേണം. നമുക്കിനി അങ്ങോട്ട് പോകാം. അപ്പോൾ ചകിരിച്ചോറൂടെ ഒരു ചാക്ക്. ഓൾ സെറ്റ്. ഓക്കെ, താങ്ക്സ്. അടുത്ത അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. നമ്മൾ പേൾഗ്രാസ് വാങ്ങിച്ചു. പിന്നെ നമ്മൾ ബാക്കി കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അത് കാണിച്ചു തരാം. അയ്യോ എൻ്റെ ദൈവമേ, ഒരു ചാക്ക് മണ്ണ് കാല് വീണാനുള്ള അവസ്ഥ. പോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇത്രയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചത്. ഒരു ബൊഗൈൻവില്ല, 2 ബൊഗൈൻവില്ല വാങ്ങിച്ചു, ഒരു ജമന്തി വാങ്ങിച്ചു, പിന്നെ ഇതെന്തോ ഒരു 2 ജമന്തി വാങ്ങിച്ചു. പിന്നെ ഇത് മറ്റേ ഈ മതിലിൽ കൂടെ വളർന്നു വരുന്ന സാധനമാണ്. അത് ഒരു 6 മാസം കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. പൊളി സാധനമാണ്. മതിൽ ഫുള്ള് പച്ചയായിട്ടിരിക്കും. ഓക്കെ. അപ്പോൾ ഇനി ഇത് ചകിരിച്ചോറ്, 2 മണ്ണ്, ബാക്കി നമ്മുടെ ഇത് ചകിരിച്ചോറ്, പിന്നെ ഇത് നമ്മുടെ പേൾഗ്രാസ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചു. പിന്നെ നമ്മളൊരു ചെറിയ മാവും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ബന്തെടുക്കേ എന്തായിട്ടൊരു പേര് മറന്നുപോയി. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മറന്നുപോയി. അപ്പോൾ ആ സാധനം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി നേരെ തിരിച്ച് വീട്ടിലെടുക്കാം. അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഏകദേശം സെറ്റായി. ബാക്കിയെല്ലാം പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ നമ്മളിന്നുള്ള നമ്മളെ കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡനിലാണ്. ഇഷ്ടംപോലെ ചെടികളൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ ചെടികളുണ്ട് കേട്ടോ. ഞാൻ മറ്റേ വീഡിയോയിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടു നോക്കിയാൽ മതി. ഇവിടുത്തെ ഇൻഡോറും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തേക്കുന്ന ഒരു കിടിലം വീഡിയോ ആണത്. എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടം മനസ്സിലാവും. അതൊന്നും നമ്മൾ ഇന്ന് കവർ ചെയ്തിട്ടില്ല. അപ്പം ജസ്റ്റ് ഇന്ന് സാധനം വാങ്ങിച്ച് നമ്മളിപ്പോൾ തിരിച്ചു പോവാണ്. അപ്പോൾ അങ്ങനെ അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് വീട്ടിൽ കൊണ്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്, നമ്മളിത് വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് അടുത്ത് വരുന്നുണ്ട്. അടിപൊളി 1-2 വീഡിയോസൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എല്ലാം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പുതിയൊരു കണ്ടന്റുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അന്നേരം ഞങ്ങൾ 2 പേരും ഒരുമിച്ചുണ്ടായിരിക്കും. അപ്പോൾ ടേക്ക് കെയർ ആൻഡ് ബൈ.